ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവജനമേ, എല്ലാവർക്കും സ്നേഹവന്ദനം. ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവയായ ദൈവം പിന്നെയും കൈനീട്ടി എൻ്റെ വായെ തൊട്ടു, എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഇരമ്യാവിൻ്റെ അധരങ്ങളെ യഹോവയായ ദൈവം സ്പർശിച്ച് അവൻ്റെ വചനങ്ങളെ ഇരമ്യാവിന് നൽകുകയാണ്. യെശയ്യാ പ്രവാചകൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കഴിച്ചുകൂട്ടുകയാണ്. യെശയ്യാ പ്രവാചകൻ സ്വയം പറയുകയാണ്: ഞാൻ പാപിയായ മനുഷ്യൻ, അശുദ്ധനായ മനുഷ്യൻ, ദൈവസന്നിധിയിൽ കുറവുള്ളവനാണ് എന്ന് കണ്ട് അവൻ പ്രാർത്ഥനാപൂർവം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഒരു കൊടിലുകൊണ്ട് യാഗപീഠത്തിൽ നിന്ന് അഗ്നിക്കനലിനെ എടുത്ത് അവൻ്റെ അധരങ്ങളെ സ്പർശിച്ചു. യെശയ്യാവ് ശുദ്ധിയുള്ളവനായി തീർന്നു. അതുപോലെ ഇരമ്യാ പ്രവാചകനെ യഹോവയായ ദൈവം അവൻ്റെ വായെ തൊടുകയാണ്. അവനോട് പറയുന്നു: എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു. ദൈവം അഗ്നിക്കൊടിലുകൊണ്ട് യെശയ്യാ പ്രവാചകൻ്റെ അധരങ്ങളെ ദൂതൻ മുഖാന്തരം സ്പർശിച്ച് അവനെ വിശുദ്ധിയുള്ളവനാക്കി തീർക്കുന്നു. വിശുദ്ധ കുർബാനയുടെ അനുഭവത്തെക്കുറിച്ച് പ്രവാചക പുസ്തകങ്ങളിൽ വിവരിക്കുന്ന ഒരു സന്ദർഭമാണിത്. പാപപരിഹാരപ്രദമായ തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും വിശുദ്ധ കുർബാനയിൽ നൽകപ്പെടുകയാണ്. അതിൻ്റെ ഒരു മുന്നാവർത്തനമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാം കാണുന്ന ഈ ഒരു സന്ദർഭം. സാറാഫുകൾ ദൈവസന്നിധിയിൽ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം നിൽക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ദൂതൻ അവന് നൽകുന്നത് ആ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ പ്രതീകമാണ്. ആ അഗ്നിക്കട്ട അവൻ്റെ ജീവിതത്തെ എത്രമാത്രം ശുദ്ധീകരിക്കുന്നു, എത്രമാത്രം സ്പർശിക്കുന്നു, അവൻ്റെ ജീവിതത്തെ തന്നെ മാറ്റുകയാണ്. മൈക്കലാഞ്ചലോയുടെ മനോഹരമായ ഒരു ചിത്രം, അത് ഹാൻഡ്സ് ഓഫ് ഗോഡ് ആൻഡ് ആദം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ ചിത്രം 2 കൈകളാണ്. 2 കൈകൾ, ഒന്ന് ദൈവത്തിൻ്റെ കരവും രണ്ടാമത്തേത് ആദാമിൻ്റെ കരവുമാണ്. വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ അതിൻ്റെ സീലിംഗിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മനോഹരമായ ഈ ചിത്രത്തിലൂടെ മൈക്കലാഞ്ചലോ ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവം ഉയരത്തിൽ സ്വർഗത്തിൽ നിന്ന് കരങ്ങൾ നീട്ടി മനുഷ്യനെ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവൻ്റെ കരം മനുഷ്യൻ്റെ നേരെ നീണ്ടുവരികയാണ്. എന്നാൽ ഇവിടെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. ഈ ഓർമ്മപ്പെടുത്തൽ ദൈവം തൻ്റെ സ്വരൂപത്തിലും ദൈവം തൻ്റെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. നീ എൻ്റെ സ്വരൂപമാണ്, നീ എൻ്റെ സാദൃശ്യമാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സ്പർശനത്തിലുള്ളത്. ദൈവം എല്ലാ കാലത്തും മനുഷ്യനെ സ്പർശിക്കുവാനും മനുഷ്യന് ആ ദൈവികമായ അനുഗ്രഹങ്ങൾ നൽകുവാനും ആഗ്രഹിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ വെയിലാറുമ്പോൾ ദൈവം ആദമിനെയും ഹവ്വയെയും കാണുവാൻ ഏദൻ തോട്ടത്തിലേക്ക് അടുത്തു വരുന്നുണ്ട്. ദൈവത്തിൻ്റെ സാമീപ്യം അവർ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ദൈവികമായ നന്മ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരുവാൻ ആദാമിനും ഹവ്വായ്ക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ ആത്മീകമായി നമ്മുടെ ജീവിതത്തിൽ നാം ആയിരിക്കുന്നതായ അനുഭവങ്ങളിൽ ദൈവം എന്നെയും നിങ്ങളെയും സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം സ്പർശിക്കുമ്പോൾ നമ്മുടെ ജീവിതം എപ്രകാരമാണ് മാറുക? അതിന് ഉദാഹരണമാണ് യെശയ്യാവിൻ്റെ ജീവിതം. യെശയ്യാവ് തന്നെ പറയുകയാണ്: ഞാൻ അശുദ്ധനായ മനുഷ്യനാണ്, ഞാൻ ജീവിത വിശുദ്ധിയില്ലാത്തവനാണ്, എൻ്റെ ജീവിതത്തിൽ കുറവുള്ളവനാണ്, എനിക്കൊരുപാട് തിന്മകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ യഹോവയുടെ ദൂതൻ ആ തീക്കനൽ കൊണ്ട് അവൻ്റെ അധരങ്ങളെ സ്പർശിക്കുമ്പോൾ അവൻ പാപങ്ങൾക്ക് പരിഹാരമുള്ളവനായി, അവൻ്റെ അകൃത്യം നീങ്ങിയവനായി അവൻ മാറുകയാണ്. നമ്മുടെ ഈ നോമ്പിൽ കൂടെ നാം സഞ്ചരിക്കുമ്പോഴും
ആ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ പാനം ചെയ്ത് അത് ഭക്ഷിച്ച് നമ്മുടെ ജീവിതം വിശുദ്ധിയുള്ളതായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.